Okay, so next problem is a right circular cone. Okay, a right circular cone of base diameter 60 mm is cut by a section plane so that the true shape of the section is a parabola. കണ്ടോ, അതായത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ട്രൂ ഷേപ്പ് കിട്ടേണ്ട എന്താണ്? ഇറ്റ്സ് എ പരാബോള. ഒരു പരാബോളയാണ് കിട്ടേണ്ടത്. ട്രൂ ഷേപ്പ് പരാബോള കിട്ടും. ഓഫ് മാക്സിമം ഡബിൾ ഓർഡിനേറ്റ് 50 millimeter. മാക്സിമം ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞത് ഈ ഇവിടെ സ്ക്രീനിൽ 1.7 എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് കണ്ടോ, ഇതിനെയാണ് ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഡബിൾ ഓർഡിനേറ്റ്. ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതി കേട്ടോ. അതായത് ഇതിന്റെ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും. ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 1.7 എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിനെയാണ് ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. സോ ഡബിൾ ഓർഡിനേറ്റ് ഈസ് 50 millimeter. ആൻഡ് വെർട്ടെക്സ് ഓഫ് ദി പരാബോള, ഇവിടെ 4 എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടോ, ഈ 4 എന്ന് പറയുന്ന പോയിന്റിനെയാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയുന്നത്. വെർട്ടെക്സ്. ഓക്കെ, 1.7 എന്ന് പറയുന്നതിനെയാണ് ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. 4 എന്ന് പറയുന്ന പോയിന്റിനെയാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. വെർട്ടെക്സ്. സോ ദ വെർട്ടെക്സ് ഓഫ് ദി പരാബോള ഈസ് 70 mm ഫ്രം ദിസ് ഓർഡിനേറ്റ്. അതായത് ഓർഡിനേറ്റ് മുതൽ വെർട്ടെക്സ് വരെയുള്ള ദൂരം എത്രയാണ്? 70 millimeter ആണ്. കണ്ടോ, 70 millimeter. വെർട്ടെക്സ് മുതൽ ഓർഡിനേറ്റ് വരെയുള്ള ദൂരം 70 millimeter ആണ്. ഡ്രോ ദ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. സെക്ഷണൽ ടോപ്പ് വ്യൂ. സെക്ഷണൽ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇത്. ദിസ് ഈസ് ദ സെക്ഷണൽ ടോപ്പ് വ്യൂ ആൻഡ് ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ട്രൂ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരാബോളയാണ്. പരാബോള. ഈ പരാബോള വരയ്ക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമുക്കിവിടെ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കട്ടിംഗ് പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ എന്താന്ന് പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? ട്രൂ ഷേപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ ട്രൂ ഷേപ്പ് തരുമ്പോ നമ്മൾ എങ്ങനെ വരയ്ക്കും? അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഒരു ട്രൂ ഷേപ്പിന്റെ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. ഏതായിരുന്നു? റെഗുലർ ഹെക്സഗന്റെ ഒരു പ്രോബ്ലം. അപ്പൊ ഈ കേസിൽ എന്താണ്? പരാബോളയാണ്. ഇനി ഈ പരാബോളത്തിന് പ്രത്യേകതയുണ്ട്. എന്താണ്? അതിന്റെ ഡബിൾ ഓർഡിനേറ്റ് 50 ആയിരിക്കണം. അതിന്റെ വെർട്ടെക്സ് തൊട്ട് ഈ ഡബിൾ ഓർഡിനേറ്റ് വരെയുള്ള ദൂരം എത്ര ആയിരിക്കണം? 70 ആയിരിക്കണം. 70. ഓക്കെ, അപ്പൊ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ ടോപ്പ് വ്യൂ വരച്ചു. ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ അതിന്റെ ഡയമീറ്റർ എത്രയാണ്? ഡയമീറ്റർ ഈസ് 60 millimeter. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഹൈറ്റ് വേണം. ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ച് ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. ഇനി നമുക്കറിയാം ട്രൂ ഷേപ്പില് ഈ ഡിസ്റ്റൻസ് 50 ആണെങ്കിൽ നമ്മൾ ഈ 1ഉം 7ഉം ഒക്കെ എവിടുന്ന എടുത്ത് കട്ട് ചെയ്യുന്നത്? നമ്മൾ ഈ ടോപ്പ് XY ലൈനിൽ നിന്ന് ടോപ്പ് വ്യൂ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ടല്ലേ നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ചെയ്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 50 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ ഈ ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്യണം. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണെന്ന് മാത്രം കേട്ടാൽ മതി. അപ്പൊ ഈ 50 എന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്യും. എന്നിട്ട് അതിനെ ഫ്രണ്ടിലോട്ട് പ്രൊജക്ട് ചെയ്യും. പ്രൊജക്ട് ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂ വരയ്ക്കും. എഗെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് വേറൊരു കാര്യം അറിയാം. ഈ വെർട്ടെക്സ് മുതൽ ഡബിൾ ഓർഡിനേറ്റ് വരെയുള്ള ദൂരം എത്ര? 70 ആണെന്ന് അറിയാം. അപ്പൊ ഇത് 70 ആണെങ്കിൽ നമുക്കറിയാം ഈ കട്ടിംഗ് പ്ലെയിനിന്റെ ഈ ഡിസ്റ്റൻസ് എത്ര ആണെന്നറിയാം? 70 ആയിരിക്കും. ഇത് 70 ആണെങ്കിൽ ഈ കട്ടിംഗ് പ്ലെയിനിന്റെ ഡിസ്റ്റൻസ് 70 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കോണിക് സെക്ഷനിൽ എപ്പോഴാണ് പരാബോള കിട്ടുന്നത്? പരാബോള കിട്ടണമെങ്കിൽ ഈ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇതിന്റെ ജനറേറ്ററിന്റെ ഈ എക്സ്ട്രീം സൈഡിലുള്ള ഈ ജനറേറ്റർ ലൈൻ എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഈ നമുക്ക് പരാബോള കിട്ടണമെന്നുണ്ടെങ്കിൽ കട്ടിംഗ് പ്ലെയിൻ ഈസ് പാരലൽ ടു ദി ജനറേറ്റർ ലൈൻ. ഓക്കെ, ഞാൻ ആദ്യം കാണിച്ചതാ ഇത്. കണ്ടോ? അപ്പൊ ഇവിടെ ആനന്ദ് കാണുന്നുണ്ടോ? ആനന്ദ് കാണാം സാർ, കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടാമത്തെ ലൈൻ കണ്ടോ? രണ്ടാമത്തെ ലൈനില് പരാബോള എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ? ആനന്ദ് കാണാമോ? പരാബോള രണ്ടാമത്തെ ലൈനില് അപ്പൊ ഈ പരാബോള കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ കട്ടിംഗ് പ്ലെയിൻ കാണിച്ചേക്കുന്നുണ്ടോ? കട്ടിംഗ് പ്ലെയിൻ ഈസ് പാരലൽ ടു ദി എൻഡ് ജനറേറ്റർ. കണ്ടോ? അതായത് ഈ എൻഡിലുള്ള ജനറേറ്റർ ലൈനിന് പാരലൽ ആയിട്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? നമുക്ക് പരാബോള കിട്ടത്തുള്ളൂ. പരാബോള. അപ്പൊ പരാബോള കിട്ടണമെന്നുള്ള കണ്ടീഷൻ എന്താണ്? കട്ടിംഗ് പ്ലെയിൻ ഈസ് പാരലൽ ടു ദി ജനറേറ്റർ. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മുടെ പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കാം. ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ഡയമീറ്റർ എത്രയാണ്? 60. ഓക്കെ,
60 ആദ്യം വരയ്ക്കുക. ഓക്കെ, അപ്പൊ അത് ആദ്യം ചെയ്യാൻ പോവാം. ഓക്കെ, സോ ഞാൻ ആദ്യം XY ലൈൻ വരച്ചു. XY ലൈൻ വരച്ചിട്ട് സർക്കിൾ വരച്ചു. സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാ? ഡയമീറ്റർ 60. 60 വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. കോൺ വരച്ചാലും സിലിണ്ടർ വരച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ് ഡിവൈഡ് ചെയ്യുന്നത് അറിയാമല്ലോ, കാരണം നമുക്ക് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്തു. ദെൻ നെയിം ചെയ്യാണ് A. Then this point is B. This is C. This is D. This is E. F. G. H. M bracket O. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയാം? ഞാൻ ഇനി ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോവാം. അപ്പൊ നമുക്കറിയാമല്ലോ, ഫ്രണ്ട് വ്യൂ വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ ഹൈറ്റ് വേണം. അപ്പൊ ഇതിന്റെ ഹൈറ്റ് നോക്കിയേ. അപ്പൊ ഇതിന്റെ ഹൈറ്റ് ഞാൻ വരച്ചു, പക്ഷെ എനിക്ക് ഇതിന്റെ ഹൈറ്റ് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. മനസ്സിലായോ? ഇതിന്റെ ഹൈറ്റ് തന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കി എല്ലാ പോയിന്റ്സിനും ഞാൻ പ്രൊജക്ട് ചെയ്തിടുകയാണ്. സോ എ നേരെ പ്രൊജക്ട് ചെയ്തു, എന്നിട്ട് അതിന് പേര് കൊടുത്തു. ദിസ് ഈസ് A dash. Then B യും H കൂടെ പ്രൊജക്ട് ചെയ്തു. This is B dash comma H dash. Then C dash comma G dash. C dash comma G dash. Then next is D dash comma F dash. This is D dash comma F dash. And next is E dash. E dash. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുന്നറിയോ? നമ്മുടെ പരാബോളയുടെ ഡബിൾ ഓർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 50 എന്ന് അവർ പറഞ്ഞായിരുന്നു. 50 ഡബിൾ ഓർഡിനേറ്റ് ഈസ് 50. ആ 50 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഞാൻ ഈ ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്യാൻ പോവാം. അതെങ്ങനെയാ നോക്കിയോളുക. ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് എത്ര എടുക്കണം എന്നറിയാം? ഇങ്ങോട്ട് 25 എടുക്കണം. സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് 25 എടുക്കുക.
അതേപോലെ ഇവിടുന്ന് ഈ സെന്ററിൽ നിന്ന് താഴോട്ട് എത്ര എടുക്കുക? 25 എടുക്കുക. അപ്പൊ ടോട്ടൽ എത്രയായി? 50 ആണോ? 25 ഓക്കെ. അപ്പൊ ഈ ഇങ്ങനെ നമ്മൾ 25 വരച്ചപ്പോ ഈ സർക്കിളില് 2 പോയിന്റ് ടച്ച് ചെയ്താണ്ടോ? ഈ പോയിന്റിൽ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? നമ്മൾ നേരെ ഫ്രണ്ട് വ്യൂയിലോട്ട് ഒരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കും. അതായത് നമ്മൾ ഈ ഓർഡിനേറ്റിന്റെ ഡിസ്റ്റൻസ് ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്തു. ഓർഡിനേറ്റിന്റെ ഡിസ്റ്റൻസ് ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്തപ്പം ടോട്ടൽ 50 ആണ്. സോ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് 25 ഇങ്ങോട്ട് 25 എടുത്തു. അപ്പൊ നോക്കിയേ, നമ്മുടെ സർക്കിളിൽ ടച്ച് ചെയ്തു. അതിനെ ഞാൻ എന്ത് ചെയ്തു? അതിനെ ഞാൻ മേളിലോട്ട് പ്രൊജക്ട് ചെയ്തു. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ ഡബിൾ ഓർഡിനേറ്റ് മുതൽ വെർട്ടെക്സ് വരെയുള്ള ദൂരം തന്നിട്ടുണ്ട്. എത്രയാണെന്നറിയോ? 70 എന്ന് പറഞ്ഞിട്ടുണ്ട്. 70. അപ്പൊ 70 കോമ്പസിൽ എടുക്കണം. ഈ പോയിന്റിൽ നിന്ന് ഇപ്പൊ നമുക്ക് കിട്ടിയ കുറെ പോയിന്റ്സ് ഉണ്ട്. ഇപ്പൊ കിട്ടിയ പോയിന്റ്സിൽ നിന്ന് 70 കോമ്പസിലെ റേഡിയസ് എടുത്തിട്ട് ആർക്ക് വരയ്ക്കും. 70 കോമ്പസിലെ റേഡിയസ് എടുത്തിട്ട് ആർക്ക് വരയ്ക്കും. അതേപോലെ തന്നെ ഇപ്പുറത്ത് ഈ ഡാഷിന്റെ അവിടെ നിന്ന് ഈ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അതേ സെയിം 70 എടുത്തിട്ട് ഈ ആർക്കിനെ കട്ട് ചെയ്യും. ഓക്കെ. സോ ഈ ആർക്കിനെ കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഡാഷും നമുക്ക് ഇപ്പൊ കിട്ടിയ ഈ ആർക്ക് ഉണ്ടല്ലോ, ഇതും കൂടെ ജോയിൻ ചെയ്യുക. ഈ ഡാഷും ഇതൂടെ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യണം അറിയാം? ഈ ലൈനെ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യണം മുകളിലോട്ട്. കണ്ടോ? ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ നടുക്കൂടെ വരച്ച ലൈനെ കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ് ആണ് എന്ത്? അപ്പെക്സ് പോയിന്റ് എം ഡാഷ്. ദാറ്റ് ഈസ് ദി എം ഡാഷ്. അതാണ് നമ്മുടെ ഹൈറ്റ്. ഓക്കെ. എം ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? ഈ എ ഡാഷിൽ നിന്ന് നേരെ എം ഡാഷിലോട്ട് വരയ്ക്കുക. ദാറ്റ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ കിട്ടി. അതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് മാർക്ക് ചെയ്യാം. സോ അതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് ഞാൻ മെഷർ ചെയ്യട്ടെ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദിസ് ഒബ്ജക്ട്? 85.024. അടോണോ? ക്ലിയർ ആണോ ഈ പറഞ്ഞത്? അടോണോ? ആർക്ക് വരച്ചു കഴിഞ്ഞ് ഏത് ലൈൻ എക്സ്റ്റെൻഡ്? ആർക്ക് വരച്ചത് നമ്മൾ 70 എന്നുള്ള ഡിസ്റ്റൻസ്. 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടെക്സ് മുതൽ ഡബിൾ ഓർഡിനേറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 70 എന്ന് പറഞ്ഞിട്ടുണ്ട്. 70. ആ 70 എടുത്തിട്ട് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. ഈ ഡാഷിൽ നിന്ന് ആർക്ക് കട്ട് ചെയ്യുക. അങ്ങനെ ആ ആർക്കിനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റും ഈ ഡാഷോട് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം ഡാഷ് കിട്ടും. എം ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ എം ഡാഷും എ ഡാഷോട് ജോയിൻ ചെയ്യും. മനസ്സിലായോ? ഓക്കെ. കുറച്ചുകൂടെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ. അപ്പൊ നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ഏതാണ് കട്ടിംഗ് പ്ലെയിൻ? ഈ പോയിന്റും ഈ ആർക്ക് കട്ട് ചെയ്ത പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്നതാണ് എന്ത്? ഇതാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി കട്ടിംഗ് പ്ലെയിൻ. This is the cutting plane. Okay. അപ്പൊ നമുക്കറിയാം. അപ്പം ഞാനിവിടെ എഴുതട്ടെ. So this is the cutting plane. This is the cutting plane. Okay. അപ്പൊ കട്ടിംഗ് പ്ലെയിൻ എത്ര ഡിഗ്രി ഇൻക്ലൈൻ ടു HP ആണെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ആംഗിൾ എത്രയാണെന്ന് മെഷർ ചെയ്താൽ മതി. കണ്ടോ? കട്ടിംഗ് പ്ലെയിൻ ഇൻക്ലൈൻ അറ്റ് ആൻ ആംഗിൾ ഓഫ് 70.6 ഡിഗ്രി വിത്ത് HP. ഇനി കട്ടിംഗ് പ്ലെയിന്റെ മുകളിലുള്ളതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ലൈറ്റ് ആക്കണം. കട്ടിംഗ് പ്ലെയിനിന്റെ മുകളിലുള്ളതെല്ലാം ലൈറ്റ് ആക്കണം.
Okay, so this is my front view. ഇതാണ് എന്റെ front view. Okay. ആനന്ദ് എത്രയും ക്ലിയർ ആണോ ആനന്ദ്? ക്ലിയർ സർ. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് വരയ്ക്കാൻ പോകും? ഇനി നമ്മൾ കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പോകും. കട്ടിംഗ് പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഇവിടെ എത്ര പോയിന്റ് വരും. ഇത് ആക്ച്വലി നമ്മുടെ കോണിന്റെ ബേസ് ആണ്. അപ്പൊ ബേസില് ഫ്രണ്ടിലും കട്ട് ചെയ്യുന്നുണ്ട്, ബാക്കിലും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ 2 പോയിന്റ് വരും. അപ്പൊ ഫ്രണ്ടിലത്തെ പോയിന്റ് ആണ് ഇത്. ഇവിടെ ABC എന്ന് പറയുന്ന ഒരു സെക്ഷനും ഉണ്ട്, AHG എന്ന് പറയുന്ന ഒരു സെക്ഷനും ഉണ്ട്. അപ്പൊ A', B', C' ആണ് ഫ്രണ്ടിൽ വരുന്നത്, AHG എന്ന് പറയുന്നതാണ് ബാക്കിൽ വരുന്നത്. അപ്പൊ ഫ്രണ്ടിൽ വരുന്നതിന് ആദ്യം പേര് കൊടുക്കുക 1' എന്ന പേര് കൊടുക്കുക. അവിടെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, ഇപ്പൊ അത് കൊടുക്കരുത് 1', കാരണം അത് ബാക്കിൽ 1', ഓക്കെ. ഇനി അടുത്തത് ഇവിടെ വരുമ്പോ എന്താണ്? ഇവിടെ MC ഉണ്ട്, MG ഉണ്ട്, MC ഉണ്ട്, MG ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് MC ഫ്രണ്ടിലുള്ള പോയിന്റ് MC ആണ്, ബാക്കിലുള്ളത് MG ആണ്. അപ്പൊ ഇവിടെ ഞാന് 2' കൊടുക്കുക. കോമ 2' കൊടുത്തു, കോമ. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു ഇമാജിനറി ലൈൻ വരച്ചില്ല, M', D', കണ്ടോ? അത് വരച്ചില്ല. ഓക്കെ, അതുപോലെ ഇപ്പുറത്തും ഉണ്ട്. ഇപ്പുറത്ത് എന്താണ്? M', ഇത് M', B'. ഓക്കെ, ഇനി അടുത്തത് 2' കഴിഞ്ഞിട്ട് അടുത്തത് ഇവിടെ M', D' ഉണ്ട്, M', F' ഉണ്ട്. അപ്പൊ ഫ്രണ്ടിലത്തെ പോയിന്റ് പേര് കൊടുക്കുക 3', കോമ. ഇപ്പൊ കൊടുക്കരുത്, അത് അവിടെ തന്നെ ഇട്ടേക്കുക. ഓക്കെ, ഇനി അവസാനം വന്നിട്ട് ഏതാണ്? M', E'. അവിടെ ഒരെണ്ണേ ഉള്ളൂ, അവിടെ പേര് കൊടുക്കുക ദിസ് ഈസ് 4'. ഓക്കെ, ഇനി ആ ലൈനെ കൂടെ തിരിച്ചു വരുമ്പോ 3' അവിടെ ഒരാളുണ്ട്, അപ്പൊ അവന് 5' കൊടുത്തു. ദെൻ 2' അവിടെ 6' കൊടുത്തു. ദെൻ 1' അവിടെ 7' കൊടുത്തു. 1' അവിടെ 7' കൊടുത്തു. അപ്പൊ എല്ലാ പോയിന്റും ആയി. 1, 2, 3, 4 കാണാൻ ഫ്രണ്ടിലുള്ളത്, 5, 6, 7 ബാക്കിലുള്ളത്. ഇനി അത് നേരെ കൊടുക്കുക താഴോട്ട്. 1ഉം 7ഉം എവിടെയാണ്? നേരെ താഴെ ഇവിടെ വരും, കേട്ടോ? അപ്പൊ ഇവിടെ ഫ്രണ്ടില് ഇവിടെ 1 വന്നു, ഈ സർക്കിളിന്റെ അവിടെ 1, നേരെ ആ സർക്കിളിന്റെ പുറകിലാണ് ഇവിടെ 7. ദിസ് ഈസ് 7. അപ്പൊ 1ഉം 7ഉം ഞാൻ മാർക്ക് ചെയ്തു. ഇനി അടുത്ത പോയിന്റ് 2ഉം 6ഉം ആണ്. അത് നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ എവിടാ വരുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അങ്ങനത്തെ കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അതിപ്പോ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത പോയിന്റ് 3ഉം 5ഉം അത് മാർക്ക് ചെയ്യാം. സോ 3ഉം 5, സോ 3', 5' നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യാം. ദാ 3', 5' ഞാൻ നേരെ പ്രൊജക്ട് ചെയ്തു. അപ്പൊ MDയിലാണ് 3. അപ്പൊ MD എന്ന് പറയുന്ന പോയിന്റിൽ 3 മാർക്ക് ചെയ്യുക. MDയിൽ 3 മാർക്ക് ചെയ്തു. MDയിൽ 3 മാർക്ക് ചെയ്തു. ദെൻ MFല് 5 മാർക്ക് ചെയ്തു. MFല് 5 മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് 4 എവിടെയാണ്? 4 MEയിലാണ്. സോ MEയിലോട്ട് പ്രൊജക്ട് ചെയ്യാം. MEയിലോട്ട് 4 പ്രൊജക്ട് ചെയ്തു. സോ ദിസ് ഈസ് 4. അപ്പൊ ഇനി പെൻഡിങ് ഉള്ളത് ഏതാണ്?
പെൻഡിങ് ഉള്ളത് 2 6 അത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടായിരിക്കും, ഈ 2-നെ 6-നെ എന്ത് ചെയ്യണം, നമ്മുടെ ട്രൂ റൈറ്റ് സൈഡിൽ ട്രൂ ലെങ്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ആദ്യം 2-നെ 6-നെ ട്രൂ ലെങ്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് ഈ ട്രാൻസ്ഫർ ചെയ്തതിനെ നേരെ എങ്ങോട്ട് മാറ്റണം, നേരെ നമ്മുടെ സെന്ററിലോട്ട് മാർക്ക് ചെയ്യണം. സെന്ററിലോട്ട് മാർക്ക് ചെയ്യും, നേരെ സെന്ററിലോട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്നിട്ട് നമ്മൾ ആ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കാം, ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കാം. അപ്പൊ ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ഏത്, 2. ദിസ് പോയിന്റ് ഈസ് 2, ദിസ് പോയിന്റ് ഈസ് 2. പിന്നെ മറ്റേ പോയിന്റ് എന്താണ്, ദിസ് പോയിന്റ് ഈസ് 6, ദിസ് പോയിന്റ് ഈസ് 6. ഓക്കെ, അപ്പൊ ഇനി ജോയിൻ ചെയ്യുക. 1 2 3 4 5 6. ഓക്കെ, സോ ഞാൻ ആദ്യം 1-ഉം 2-ഉം 3-യും കൂടെ ജോയിൻ ചെയ്തു. ഓക്കെ, then next is 3-യും 4-ഉം 5-ഉം കൂടെ ജോയിൻ ചെയ്തു. ഓക്കെ, then അടുത്തത് 5-ഉം 6-ഉം 7-ഉം. then join 1 and 7. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഹാച്ച് ചെയ്യുക. ഓക്കെ, സോ ഇപ്പം ഇത്രയും ക്ലിയർ ആണോ ആനന്ദ്? ഇത്രയും ക്ലിയർ ആണോ ആനന്ദ്? ക്ലിയറാ സാർ. ഓക്കെ, അപ്പൊ ഇവിടെ ഹാച്ചിങ്ങിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഞാൻ ഹാച്ച് ചെയ്യുന്നില്ല, അപ്പൊ നിങ്ങൾ ഹാച്ച് ചെയ്തോണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ദി ട്രൂ ഷേപ്പ്. സോ ട്രൂ ഷേപ്പ് വരയ്ക്കാൻ പോവാം. സോ ട്രൂ ഷേപ്പ് വരയ്ക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഡ്രോ എ ലൈൻ such that this line is parallel to this cutting plane. കട്ടിംഗ് പ്ലെയിന് പാരലൽ ആയിട്ട് വേണം വരയ്ക്കാനായിട്ട്. Then draw lines from the section points. 1 7 എന്ന് വരയ്ക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം, എപ്പോഴും അത് ചെക്ക് ചെയ്തോണം. 90 degree. This angle is 90 degree. Then measure this distance from XY line to 7. What is the distance? 13.651. അപ്പൊ അതിവിടെ മാർക്ക് ചെയ്യാം. 651. Then next is XY line to 1. Distance is 63.651. So this distance is 63.651. Okay, so name this point as 1. Okay, and this point as 7. Okay, then next is draw next line from 2 and 6. Okay, so draw a line. Then what about this inclination? This inclination is 90 degree. Then take the distance from XY line to 2. What is the distance? Distance is 52.192. Okay, so I will mark a point here, and this distance is 52.192. Okay, and name this point as 2. Name this point as 2. Similarly, from XY line to 6, the distance is
25.11. 25.11. So mark point here such that this distance is 25.11 and name of this point as 6. Name of this point as 6. Okay. Then next point 3 dash and 5 dash. So from 3 dash and 5 dash draw a line. Then what about this inclination? This inclination is 90 degree. Then what about the distance? So from XY line to 3, what is the distance? That is 44.209. 44.209. So mark here 44.209 and name this point as 3. Name this point as 3. Okay. Then next distance 5. So from XY line to 5. So the distance is 33.094. 33.094. 33.094. So the name of this point is 5. Okay. Then the last point, that is 4 dash. So from 4 dash draw a line. Then this inclination is 90 degree. This inclination is 90 degree. Then measure the distance from XY line to 4. So the distance is 38.651. 38.651. So I will mark here 38.651. Okay, so 38.651 and name this point as 4. Name this point as 4. Okay, then next is join all these points. Okay, join this 1, 2 and 3 using arc. Then next is join this 3, 4 and 5. Then 7, 5 and this 6. And this 1 and 7. Okay, so here you can see the true shape. Anand, clear? Sir. Okay, so this is the true shape. Now, true shape check what about the double ordinate? So this is the double ordinate. Double ordinate double ordinate double ordinate is 50. Double ordinate 50 Kandu, sir.
ഓക്കെ. അപ്പൊ ആ 50 എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പ് വ്യൂല് മാർക്ക് ചെയ്തു കണ്ടോ, ഇവിടെ 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 അത് മാർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഡയമെൻഷൻ എടുത്തപ്പോൾ ഈ 50 ഇവിടെ വന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഈ വെർട്ടെക്സ്, ഈ 4 എന്ന് പറയുന്ന പോയിന്റ് ആണ് വെർട്ടെക്സ്. വെർട്ടെക്സ് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 70 എന്ന് അവർ പറഞ്ഞായിരുന്നു. 70 വെർട്ടെക്സ് മുതൽ ഈ ഡബിൾ ഓർഡിനേറ്റ് വരെ ഡിസ്റ്റൻസ് 70. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കട്ടിംഗ് പ്ലെയിനിന്റെ ഈ ഡിസ്റ്റൻസ് നമ്മൾ എത്ര എടുത്തായിരുന്നു? നമ്മൾ 70 എടുത്തായിരുന്നു. കണ്ടോ, ആ കണ്ടീഷൻ ഉള്ള കാരണം ഈ വെർട്ടെക്സ് മുതൽ ഡബിൾ ഓർഡിനേറ്റ് വരെ 70 ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ കട്ടിംഗ് പ്ലെയിനിന്റെ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ഈ ഡിസ്റ്റൻസ് 70 ആയിരിക്കും. 70. പിന്നെ നമുക്ക് ഈ പരാബോള കിട്ടണമെങ്കിൽ കോണിക് സെക്ഷനിൽ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കോണിക് സെക്ഷനിൽ നമുക്ക് പരാബോള കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കട്ടിംഗ് പ്ലെയിൻ ഈസ് പാരലൽ ടു ദി ജനറേറ്റർ. കണ്ടോ, ഇവിടെ M' A' എന്ന് പറയുന്ന ജനറേറ്ററിന് പാരലൽ ആണ് ഇത് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ. സോ ഹിയർ ദ കട്ടിംഗ് പ്ലെയിൻ ഈസ് പാരലൽ ടു ദി ജനറേറ്റർ M' A'. അതുകൊണ്ടാണ് നമുക്ക് പരാബോള കിട്ടിയത്. ക്ലിയർ? ആദം ക്ലിയർ ആണോ? ആദമില്ലല്ലോ. ഓക്കെ, അഭിഷേക് ക്ലിയർ ആണോ? അഭിഷേകും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, മുന്ന ക്ലിയർ ആണോ? മുന്ന ക്ലിയർ ആണ് സാർ. ഓക്കെ, ജൂഡിത്ത്? കട്ടിംഗ് പ്ലെയിന്റെ ലെങ്ത് എത്ര? അതായത് കട്ടിംഗ് പ്ലെയിനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന്റെ ഈ ലെഫ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, ഈ 1' 7' എന്നുള്ള പോയിന്റ് തൊട്ട് ഈ 4' വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 70 ആയിരിക്കും. കാരണം എന്താ? നമ്മുടെ ഈ വെർട്ടെക്സ് മുതൽ ഡബിൾ ഓർഡിനേറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? 70 ആണ്. കണ്ടോ, മനസ്സിലായോ? ഓക്കെ, എന്തായാലും വരച്ചു നോക്കുമ്പോ ഐഡിയ കിട്ടും. കേട്ടോ, എനിക്ക് 70 കിട്ടുന്നില്ല, എനിക്ക് 80 ഒക്കെ. ഏതാ വരയ്ക്കുമ്പോ 70 വരുന്നില്ല. വരയ്ക്കുമ്പോ ചരിഞ്ഞു വരുന്നോ? 70 വരുന്നില്ല. 7 ഏത്? ഈ കട്ടിംഗ് പ്ലെയിനോ? പാരലൽ ആയിട്ട് വരയ്ക്കുമ്പോ. അല്ല, നമ്മൾ ആക്ച്വലി ഇത് ആർക്ക് എടുത്തല്ലേ വരയ്ക്കുന്നത്? ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ ഒരു ആർക്ക് എടുത്ത് നമ്മള് 70യുടെ ആർക്ക് എടുത്തിട്ടല്ലേ വരയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി വരും. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും കിട്ടും കേട്ടോ. ഇപ്പൊ ഞാൻ വരച്ചേക്കുന്നത് കണ്ടോ? ഞാൻ വരച്ചപ്പോ എനിക്ക് കിട്ടിയ കണ്ടില്ല. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വരയ്ക്കുമ്പോഴും കിട്ടും കേട്ടോ. നോ പ്രോബ്ലം, ഡോണ്ട് വറി. അഡോണോ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പം ഞാൻ സിലബസ് ഒന്നുകൂടെ കാണിക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ എഫക്റ്റീവായിട്ട് 2 മോഡ്യൂൾ. കാരണം നിങ്ങളിൽ ചില ആളുകൾ താമസിച്ചു വന്നു, ചില ആളുകൾ പിന്നെ നേരത്തെ വന്നു. അപ്പൊ അങ്ങനത്തെ ചില ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നോ പ്രോബ്ലം. ഇപ്പൊ നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മള് ഒരു സെക്കൻഡ് സിലബസ് നൽകും. ഓക്കെ, സോ ഓക്കെ, അപ്പൊ നമ്മള് ആനന്ദ് കാണാമല്ലോ, സിലബസ് കാണാമല്ലോ. ആനന്ദ്, മുന്ന സിലബസ് കാണാമോ? കാണാം സാർ. ഓക്കെ, അപ്പൊ നമ്മൾ മോഡ്യൂൾ 3 നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. മോഡ്യൂൾ 3യിൽ എന്തൊക്കെയാണ്? സെക്ഷനും ഡെവലപ്മെന്റുമാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഞാനിപ്പോ ഈ പഠിപ്പിച്ച പ്രോബ്ലംസ് തന്നെ വീണ്ടും വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പൊ അതിനകത്ത് നമ്മൾ പ്രിസം, പിരമിഡ്, കോണ്, സിലിണ്ടർ, ട്രൂ ഷേപ്പ് വരയ്ക്കുന്നത് എങ്ങനെയാണ്, ട്രൂ ഷേപ്പ് തന്നാൽ എങ്ങനെ സെക്ഷൻ പ്ലെയിൻ വരയ്ക്കും, ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചു. ഡെവലപ്മെന്റ് പ്രിസം, പിരമിഡ് എല്ലാത്തിനും ഡെവലപ്മെന്റ് പഠിച്ചു. ഓൾസോ ഫൈൻഡിങ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓൺ ദ സർഫസ്. പിന്നെ മോഡ്യൂൾ 4ൽ നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷന്, ഐസോമെട്രിക് വ്യൂ, പ്രിസം, പിരമിഡ്, കോണ്, സിലിണ്ടർ, ഫ്രസ്റ്റം ഓഫ് എ പിരമിഡ്, ഫ്രസ്റ്റം ഓഫ് എ കോണ്, സ്ഫിയർ, ഹെമിസ്ഫിയർ കോമ്പിനേഷൻ. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ വീണ്ടും വരച്ചു നോക്കുക. വീണ്ടും വരച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ദിവസം ഞാൻ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. ഓക്കെ, അഡോണ എനിക്ക് വീഡിയോ ഷെയർ ചെയ്യാമോ? ഇപ്പൊ തന്നെ റെക്കോർഡ് ചെയ്ത് ഇപ്പൊ തന്നെ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.